നിശ്ചലമായ താളം. രചന രമാമുങ്ങത്ത്. ശബ്ദം നൽകിയിരിക്കുന്നത് ജയേഷ് കൈതക്കോട്. നവംബർ 22. അവളുടെ നെഞ്ചിൽ കനമേറിയ ഓർമ്മയായി തുളച്ചിറങ്ങി. ഭിത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ഫോട്ടോയിൽ നോക്കി അവൾ സ്വയം മന്ത്രിച്ചു. നിങ്ങളെന്നെ തനിച്ചാക്കി പോയിട്ട് ഇന്നേക്ക് 2 വർഷം തികഞ്ഞിരിക്കുന്നു. ഞാൻ അനുഭവിച്ച ഓരോ നിമിഷവും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. കാണാൻ കഴിയില്ലെങ്കിലും നിങ്ങളെല്ലാം കാണുന്നുണ്ടായിരിക്കും. മഴയുടെ തണുത്ത കാറ്റ് ജനലിലൂടെ അവളെ തഴുകിയിറങ്ങി. ഈ ലോകത്തിൻ്റെ തിരക്കുകൾക്കും വേദനകൾക്കും അപ്പുറത്ത് ശാന്തമായൊരിടത്ത് നിങ്ങളെന്നെ നോക്കുന്നുണ്ടാകാം. ഞാൻ എങ്ങനെ കഴിയുന്നു? വീടില്ലാതെ ഈ മഴ നനഞ്ഞ് ഞാൻ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അതൊക്കെ കാണുമ്പോൾ അങ്ങയുടെ മനസ്സ് വേദനിക്കുന്നില്ലേ? ഓരോ മഴക്കാലത്തും ആ പഴയ ചോർന്നൊലിക്കുന്ന വീടിൻ്റെ കോണിലിരുന്ന് ഞാൻ നിങ്ങളുടെ ഓർമ്മകളിൽ അഭയം തേടി. ആ ഓർമ്മകൾ ഒരു പുതപ്പ് പോലെ എന്നെ പൊതിഞ്ഞിരിക്കുന്നു. എങ്കിലും വീടില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുകൾ ശരീരത്തെ പോലെ മനസ്സിനെയും തളർത്തി. നിങ്ങളുടെ ശബ്ദം നിലച്ച ആ ദിവസം എൻ്റെ ജീവിതത്തിലെ താളവും നിലച്ചു. നിങ്ങളുടെ ചിരി, ആശ്വാസവാക്കുകൾ, സ്നേഹത്തോടെയുള്ള ശകാരം എല്ലാം ഒരു നിമിഷം കൊണ്ടില്ലാതായി. ആ ശബ്ദം നിലച്ചപ്പോൾ ഞാനും നിശ്ചലമായതുപോലെ. എങ്കിലും ഈ ലോകം അത്രയേറെ ക്രൂരമായിരുന്നില്ല. ചില മനുഷ്യർ, ചില നല്ല മനുഷ്യർ, അവരുടെ കാരുണ്യത്തിൻ്റെ വെളിച്ചം ജീവിതത്തിലേക്ക് പകർന്നു. അവരുടെ സഹായഹസ്തങ്ങൾ കൊണ്ടാണ് ഇന്നും മുന്നോട്ട് പോകുന്നത്. ദൈവത്തിൻ്റെ കൈകൾ പോലെ ചില നല്ല മനുഷ്യർ. നമ്മളുടെ മക്കൾ, അവർ എൻ്റെ കൈകളിലെ ഊർജമായിരുന്നു. അമ്മയെ തനിച്ചാക്കാതെ സ്നേഹവും മനസ്സമാധാനവും നൽകി. അവർ എന്നും കൂടെയുണ്ട്. നിങ്ങളതെല്ലാം കണ്ട് സന്തോഷിക്കുന്നു. എനിക്കറിയാം, മക്കളുടെ സ്നേഹം നിങ്ങളെ സമാധാനിപ്പിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ വേർപാട് ഒരു വാക്കുപോലും പറയാതെ നിങ്ങൾ അകന്നുപോയത്, വേദനയില്ലാത്ത ലോകത്തേക്ക് നിങ്ങൾ പറന്നു പോയപ്പോൾ നിങ്ങൾ ഭാഗ്യവാനായി. പക്ഷേ പിന്നിൽ ബാക്കിയായ ഞാൻ ആ ഒറ്റപ്പെടലിൻ്റെ വേദനയിൽ നീറി ഇത്ര പെട്ടെന്ന് എന്നെ വിട്ടകലുമെന്ന് ഞാൻ കരുതിയില്ല. എൻ്റെ മനസ്സിലുള്ള വിഷമം ഇനി ഞാൻ ആരോട് പറയും? ആരോട് പറഞ്ഞു തീർക്കും? പറയാൻ കൊതിച്ച വാക്കുകൾ, പങ്കുവയ്ക്കാൻ ആഗ്രഹിച്ച നിമിഷങ്ങൾ എല്ലാം കൊന്നുകൂടി കിടക്കുന്നു. ഒരുറച്ച വിശ്വാസം, ഒരു നാൾ ഞാനങ്ങ് വരുമ്പോൾ നമുക്കത് പറഞ്ഞു തീർക്കാം. അന്ന് ഈ കണ്ണുനീരിനും വേദനയ്ക്കും അപ്പുറം പൂർണ്ണമായൊരു കൂടിക്കാഴ്ചയുണ്ടാവും. അങ്ങയുടെ ആത്മശാന്തിക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. കണ്ണുനീരിൽ കുതിർന്ന ഓർമ്മകളോടെ